അപ്പോൾ ഗ്യാരണ്ടി സീരീസ് തുടരുകയാണ്. ഇത് 8ാമത്തെ എപ്പിസോഡാണ്. ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. അദ്ദേഹം പറയുന്നത് 60 ലാഖ് എന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത്. 10 ലക്ഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിന്ദിയിൽ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അത് 7 ലക്ഷമാണോ 10 ലക്ഷമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെ വനിതകൾക്കായിട്ട് 10 ലക്ഷം, കേരളത്തിലെ വനിതകളുടെ 10 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു എന്ന് ആണ് അദ്ദേഹം പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് അവസരമുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കേരളത്തിലോ ഇന്ത്യയിലോ വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള വിലക്കുണ്ടായതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇന്ത്യയിലുമില്ല, കേരളത്തിലുമില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമില്ല, കേരളത്തിലുമില്ല. അപ്പോൾ പിന്നെ താനാണ് ഈ 10 ലക്ഷം വനിതകൾക്ക് അല്ലെങ്കിൽ 7 ലക്ഷം വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കിയത് എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമുക്കറിയില്ല. അത് മാത്രമല്ല, ഈ ഗ്യാരണ്ടിയിൽ മാത്രം അദ്ദേഹം കേരളത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കേരളത്തിലെ വനിതകൾക്കായിട്ട് ഇത്രയും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മൊത്തം ഇന്ത്യയുടെ കണക്ക് അദ്ദേഹം പറയുന്നില്ല. ബാക്കി ഗ്യാരണ്ടിയിലൊക്കെ അദ്ദേഹം പറയുന്നത് മൊത്തം ഇന്ത്യയുടെ കണക്കാണ്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് കേരളത്തിന് മാത്രമായിട്ട് തുറക്കാൻ ഏർപ്പെടുത്തിയതാണോ എന്നെനിക്കറിയില്ല. അതോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല. ഇല്ലാത്തതാവാൻ വഴിയില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇത്തരം കണക്കുകൾ, അത് ശരിയാണോ തെറ്റാണോ കണക്കുകൾ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ ഇത്തരം കണക്കുകൾ അദ്ദേഹം, ഇന്ത്യയുടെ മൊത്തം കണക്കുകൾ അദ്ദേഹം പല കാര്യങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കേരളത്തിൻ്റേത് മാത്രമായിട്ട് ചുരുങ്ങിയത് എന്ന സംശയവും അവിടെ ശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കണക്ക് നമ്മൾ വിശ്വാസത്തിലെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെ തുടങ്ങിയതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് തുടങ്ങണം. ഒന്നാമത്തെ കാരണം, ഇത് ജൻധൻ അക്കൗണ്ടുകൾ ആകാം. ജൻധൻ എന്നുള്ള അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് ജൻധൻ എന്ന പേരിട്ടുകൊണ്ടൊരു പ്രോഗ്രാം തുടങ്ങുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത് പേരിൽ മാത്രമേ ഉള്ളൂ ജൻധൻ എന്നുള്ളത് നമ്മൾ വേറെ നോക്കണം. കാരണം വെച്ചാൽ ഈ സ്കീം, അതായത് എന്തുകൊണ്ടാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സ്കീം ആരംഭിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. 2013 ജനുവരി 1 ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം എന്നുള്ളത് ആരംഭിക്കുന്നത്. 2013 ജനുവരി 1 എന്ന് പറഞ്ഞാൽ 2ാം UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലമാണ്. അതായത് രാജ്യത്തെ എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും വിവിധ ഇനങ്ങളിലുള്ള, അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാവട്ടെ സംസ്ഥാന സർക്കാർ പദ്ധതിയാവട്ടെ, മിക്കവാറുമൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതി തന്നെയാണ്, ആ പദ്ധതി വഴിയുള്ള സബ്സിഡികൾ നേരിട്ട് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സ്കീം. അതായത് ഈ നേരത്തെ മുതൽ തന്നെ സബ്സിഡികളുണ്ട്. സബ്സിഡികൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് കൃത്യമായി എത്തുന്നില്ല എന്ന പരാതി നേരത്തെ മുതലുണ്ട് എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധി അധികാരത്തിലിരിക്കെ, പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 1 രൂപ സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ അതിൽ 15 പൈസ മാത്രമാണ് ഉപഭോക്താവിന് എത്തുക. ബാക്കി മുഴുവൻ ഇടത്തട്ടുകാരായിട്ടും അല്ലാതെയും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ ആലോചനയാണ് ഇതെങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇത് ആദ്യം കേന്ദ്ര സർക്കാരുമല്ല ആരംഭിക്കുന്നത്. 2006 ഇന്ത്യയിൽ 2006 ആന്ധ്രാപ്രദേശിലാണ് ഇതിൻ്റെ ഒരു പ്രാഗ്രൂപം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് മറ്റ് രാജ്യങ്ങളിലൊക്കെ, മെക്സിക്കോയിൽ, ബ്രസീലിലൊക്കെ ഈ ഡയറക്റ്റായിട്ട് സബ്സിഡി, സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഡയറക്റ്റായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്കീം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ബാങ്ക് അക്കൗണ്ട്, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ആലോചന. 2013 ജനുവരി 1 ഇത് തുടങ്ങുമ്പോൾ, പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങുമ്പോൾ രാജ്യത്തെ മൊത്തത്തിൽ ഉള്ള ജില്ലകളിൽ 20 ജില്ലകൾ എടുത്തിട്ട് പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങുകയാണ് ആദ്യം ചെയ്തത്. ആ 20 ജില്ലകളിൽ ഉള്ള ഉപഭോക്താക്കൾക്ക്, ആളുകൾക്ക് മുഴുവൻ ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കി. അതുവഴി ആ 20 ജില്ലകളിലുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ സബ്സിഡികൾ നേരിട്ട് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു സ്കീം ആരംഭിച്ചു. ഇതിൻ്റെ തുടർച്ചയാണ് സത്യം പറഞ്ഞാൽ ജൻധൻ യോജന എന്ന് പറയുന്ന പരിപാടി. ബെനിഫിറ്റ് സബ്സിഡികൾ നേരിട്ട് എത്തിക്കണമെങ്കിൽ എല്ലാവർക്കും അക്കൗണ്ട് വേണം. അത് 2013 ആരംഭിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കുറേ കൂടെ ഊർജിതമായി നടപ്പാക്കാൻ തുടങ്ങി.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജൻധൻ എന്ന് പറയുന്നൊരു പേരുണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും അക്കൗണ്ട് എന്ന് പറയുന്നൊരു സ്കീമും തുടങ്ങി. ഈ സ്കീം തുടങ്ങിയിട്ട് ഇത് വലിയ തോതിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്തു. എല്ലാ ആളുകളെയും ധനകാര്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റായിട്ട് ഇത് വലിയ തോതിൽ വിശേഷിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങി എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ കണക്കുകളും ഒക്കെ പറയുന്നുണ്ട്. 45 കോടി അക്കൗണ്ടുകൾ തുടങ്ങി എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. പക്ഷേ ഈ കണക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2015 അതായത് ജൻധൻ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം 2015 ഡിസംബറിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിലേക്കുള്ള അക്കൗണ്ടുകൾ മുഴുവൻ ജൻധൻ അക്കൗണ്ടുകളാക്കി മാറ്റണം എന്നൊരു നിർദ്ദേശം വിവിധ വകുപ്പുകൾക്കും ബാങ്കുകൾക്കുമൊക്കെ സർക്കാർ നൽകി. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം എന്ന പേരിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ്സിഡി നേരിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപഭോക്താക്കൾ തുടങ്ങുന്ന എല്ലാ അക്കൗണ്ടുകളും ജൻധൻ അക്കൗണ്ടുകളാക്കി മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്രയും കൂടുതൽ ജൻധൻ അക്കൗണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുമാത്രമല്ല കേട്ടോ, ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങുന്ന കാലത്ത് ഓരോ ബാങ്കിനും ടാർഗറ്റ് കൊടുത്തിരുന്നു. അതായത് ഇത്ര ജൻധൻ അക്കൗണ്ടുകൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിക്കൊള്ളണം എന്ന നിർബന്ധം ബാങ്കുകൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ബാങ്കുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഉപഭോക്താക്കളായിട്ടുള്ള വേറെ ഏതെങ്കിലും ബാങ്കുകളിലൊക്കെ അക്കൗണ്ടുള്ള ആളുകൾക്ക് വേറൊരു ബാങ്കിൽ ജൻധൻ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള സ്കീം ബാങ്കുകൾ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നിലവിൽ അക്കൗണ്ടുള്ള ആളുകൾ തന്നെ മറ്റൊരു ജൻധൻ അക്കൗണ്ടിൻ്റെ ഉടമ കൂടിയാകുന്ന സാഹചര്യം വന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എണ്ണം കൂടി വരുന്നത്. ഇനിയിപ്പോൾ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊണ്ടാണ് ഇത്രയും അക്കൗണ്ടുകൾ കൂടിയത് എന്ന ആർഗ്യുമെൻറ്റിന് കണക്കടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. 2013 ഞാൻ പറഞ്ഞല്ലോ DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്കീം തുടങ്ങിയ 2013 7368 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് നൽകിയത്. ഈ സ്കീം തുടങ്ങിയ സമയത്ത് ഇത്രയും കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകിയത്. അതായത് രാജ്യത്ത് 20 ജില്ലകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ കൈമാറ്റം ചെയ്ത തുകയുടെ കണക്കാണ് നേരത്തെ പറഞ്ഞത്. ഈ തുക 2019-20 ആകുമ്പോഴേക്കും 3.81 ലക്ഷം കോടി രൂപയായിട്ട് മാറി. നേരത്തെ 3000 ചില്ലറ കോടി രൂപയായിരുന്നുവെങ്കിൽ ഈ 2019-20 ആകുമ്പോഴത്തേക്ക് അത് 3.81 ലക്ഷം കോടി രൂപയായിട്ട് മാറി. അത്രയും ലക്ഷം കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകിയത്. അപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ ഇതിലധികം ഒരു കണക്കിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഈ ജൻധൻ അക്കൗണ്ടുകളുടെ ഭാഗമായി സ്ത്രീകളുടെ അക്കൗണ്ട് കൂടിയതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അതേക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ 10 ലക്ഷം 7 ലക്ഷമാണോ 10 ലക്ഷമാണോ എന്ന് ഹിന്ദിയിലുള്ള അറിവില്ലായ്മ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും 7 ലക്ഷമാണെങ്കിലും 10 ലക്ഷമാണെങ്കിലും അത്ര അക്കൗണ്ടുകൾ തുടങ്ങി, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അത് ജൻധൻ അക്കൗണ്ട് ആണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ജൻധൻ അക്കൗണ്ട് ആണെങ്കിൽ തന്നെ അത് മോദിയുടെ ഗ്യാരണ്ടിയല്ല. 2013 ആരംഭിച്ച ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സ്കീമിൻ്റെ ഭാഗമായി തുടങ്ങിയ സ്കീമിൻ്റെ ഭാഗമായി എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ തുടർച്ചയായിട്ട് വന്ന അക്കൗണ്ടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജൻധൻ അക്കൗണ്ട് അല്ല എന്ന് വിചാരിക്കുക. പിന്നെ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പേരിലുള്ള അക്കൗണ്ടുകളാണ്. അത് 2023 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇത് പൊതുമേഖലാ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും ഒക്കെ നൽകുന്നൊരു സേവനമാണ്. അതായത് അവിടെയൊക്കെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാം. ആ ബാങ്ക് അക്കൗണ്ടുകളിൽ 2 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപം അനുവദിക്കും. ആ സ്ഥിര നിക്ഷേപത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ തുടങ്ങാം. ആ അക്കൗണ്ട് എത്ര അക്കൗണ്ട് തുടങ്ങിയാലും ഒരു അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് 7.5% പലിശ നിരക്ക് നൽകും. ഇതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. 7.5% പലിശ നൽകിക്കൊണ്ട് പലിശ ലഭിക്കുന്ന അക്കൗണ്ടുകൾ സ്ത്രീകൾക്ക് തുടങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം. ഈ സ്കീമിലാണോ ഇനി 10 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് എന്ന് അറിയില്ല. അതും അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഇനി ഇത് ഇത്ര വലിയൊരു അട്രാക്റ്റീവ് സ്കീമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള കേരള ബാങ്കിൽ 1 വർഷത്തിന് മുകളിൽ 2 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ തന്നെ പലിശയായിട്ട് 8% പലിശ നൽകുന്നുണ്ട്. അതായത് 1 വർഷം മുതൽ 2 വർഷം വരെ നിങ്ങൾ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ 8% വരെ പലിശ ലഭിക്കും കേരള ബാങ്കിൽ. അത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പലിശ നിരക്കാണ്. അപ്പോൾ ഇത്
മഹിളാ സമ്മാൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്കീം തുടങ്ങി 7.5% പലിശയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ അക്കൗണ്ട് തുടങ്ങി എന്നാണെങ്കിൽ അതിനേക്കാൾ അട്രാക്റ്റീവായ സ്കീം ഇപ്പോൾ തന്നെ നിലവിൽ കേരള ബാങ്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് 10 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം മുതൽ അല്ലെങ്കിൽ 7 ലക്ഷമോ 10 ലക്ഷമോ എത്രയാണെങ്കിൽ അത്രയും സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കി അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, കേരളത്തിലോ ഇന്ത്യയിലെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തോ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് ആരുടെയെങ്കിലും ഗ്യാരണ്ടി വേണ്ടതായിട്ട് നമ്മുടെ അറിവിലില്ല.